ജമ്മു കാശ്മീരിലെ പൂഞ്ച് എന്ന പട്ടണത്തിൽ നിന്നും ജമ്മുവിലേക്കുള്ള യാത്രക്കിടയിൽ ബൈബിളിൽ പല ആവർത്തി വായിച്ചിട്ടുള്ള ഒരു ഉപമയുടെ നേർക്കാഴ്ച കാണുവാനിടയായത് കൗതുകമായി. ആ കഥയാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഈ അധ്യായത്തിൽ. ഒരു ആട്ടിൻപറ്റവും ഇടയന്മാരും വഴിയരികിലൂടെ ഒരു പുഴ പോലെ ഒഴുകുന്ന കാഴ്ച കണ്ടാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. ഇടയന്റെ സ്വരത്തിനായി എപ്പോഴും കാതോർക്കുന്ന ആടുകളുടെ വർണ്ണന ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ ഇടയനും അതുപോലെ ഒരു പ്രത്യേക സ്വരം പുറപ്പെടുവിച്ചാണ് ഈ ആടുകളെ നയിക്കുന്നത്. ആ സ്വരം ഒന്ന് കേൾക്കുക. ഈ ആട്ടിൻപറ്റത്തിലുള്ള ആടുകൾ തങ്ങളുടെ ഇടയന്റെ ഈ പ്രത്യേക താളത്തിലുള്ള ചൂളമടി എവിടെ പോയാലും തിരിച്ചറിയുകയും ആ ഇടയസ്വരത്തിൽ ഒരു ആട്ടിൻപറ്റമായി അവ മാറുകയും ചെയ്യും. ഈ കൂട്ടത്തിൽ വിശുദ്ധ ബൈബിളിൽ പറയുന്നത് പോലെ കോലാടുകളുമുണ്ട്, ചെമ്മരിയാടുകളുമുണ്ട്. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്ന ബൈബിൾ ബിംബവും ഈ കാഴ്ചകൾ ഓർമ്മപ്പെടുത്തി. ക്രിസ്തുവിന്റെ കാലത്തെ പലസ്തീന കാഴ്ചകൾ ജമ്മുവിലെ പാതയോരങ്ങളിൽ ആവർത്തിക്കപ്പെടുകയാണ്. രണ്ട് പതിറ്റാണ്ടിലധികമായി ഇവിടെ ജോലി ചെയ്യുന്ന മാത്യു നെല്ലേടമച്ചനാണ് ഈ കഥ ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളുടെ സാരഥി മാണിയച്ചൻ ആടുകളുടെ ഈ കൂട്ടപ്പാലായനത്തെപ്പറ്റി കൂടുതൽ വിശദീകരിച്ചപ്പോൾ അത്ഭുതമായി. ഈ ആട്ടിൻപറ്റത്തിന്റെ യാത്ര ചിലപ്പോൾ 300-400 കിലോമീറ്ററുകൾ ദീർഘിക്കുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനമനുസരിച്ച് പച്ചപ്പും തീറ്റയും തേടി ജമ്മു ഭാഗത്തു നിന്ന് കാശ്മീർ ഭാഗത്തേക്കും കാശ്മീർ ഭാഗത്തു നിന്ന് ജമ്മു ഭാഗത്തേക്കും ആട്ടിൻപറ്റങ്ങൾ 100 കണക്കിന് കിലോമീറ്ററുകൾ ദീർഘിക്കുന്ന പാലായനം നടത്താറുണ്ട്. ജമ്മുവിൽ ചൂടാകുമ്പോൾ തീറ്റ തേടി കാശ്മീരിലേക്കും കാശ്മീരിൽ ചൂടാകുമ്പോൾ തീറ്റ തേടി ജമ്മുവിലേക്കുമാണ് അതിജീവനത്തിനായുള്ള ഈ കൂട്ടപ്പാലായനം. ജമ്മു കാശ്മീരിലെ കൂടുതൽ കഥകൾ തുടർ എപ്പിസോഡുകളിൽ.